വെൽക്കം ടു സ്റ്റോറി സ്റ്റില്ലർ ഭാഗം 28. മാത്യുവും അമൃതയും ഗാർഡനിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എന്നാ ഇവരെ കണ്ട് ദേഷ്യത്തോടു കൂടെ ശ്രീദേവ് വന്ന് തിരികെ പോയതൊന്നും ഇവർ അറിഞ്ഞിട്ടേ ഇല്ല. ശ്രീകാന്തിനെ കുറിച്ച് നീ ഒരു തീരുമാനത്തിലെത്തണം എന്ന് മാത്യു പറയുമ്പോ അതേക്കുറിച്ച് ആലോചിക്കുകയാണ് അമൃത. അങ്ങനെ മാത്യു പറയും, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോട്ടെ അമൃത, നിനക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ മാത്യു അവിടെ നിന്ന് എഴുന്നേൽക്കും. അമൃത പറയും, ഏയ് ഇന്ന് ശ്രീദേവ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ ഇങ്ങോട്ട് വരും, അവനെ കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. അമൃത മറുപടി കൊടുത്തു. ആണോ, എങ്കിൽ ശരി, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മാത്യു അവിടെ നിന്ന് പോവാ. അമൃത അവിടെ അങ്ങനെ ഇരുന്നു കുറേ സമയം. ശ്രീദേവിനെ കണ്ടില്ല. പകലുള്ള അധ്വാനത്തിന്റെ ക്ഷീണം കാരണം അവൾ അവിടെ ഇരുന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് തുടങ്ങിയിരുന്നു. ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. അവള് വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് നേരെ അച്ചുവിന്റെ റൂമിലേക്ക് ചെന്നു. ശ്രീദേവ് എന്തെങ്കിലും തിരക്കില് പെട്ടതായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. അതോ ഇനി താൻ മയങ്ങുന്നത് കണ്ടിട്ട് തിരിച്ചു പോയി കാണുമോ? അവൾ അങ്ങനെ ആലോചിച്ചു നടന്നു. എന്തായാലും അവനെ തിരിച്ചു വിളിക്കാനോ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കാനോ അവൾ മെനക്കെട്ടില്ല. ഇനി അങ്ങോട്ട് വിളിച്ച് ആ ബന്ധം കൂടുതൽ വളർത്താൻ അവൾ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഒരു വൈകുന്നേരം പാർവതിയും ശ്രീദേവും കാണാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കുറച്ചു നാളായി ഇപ്പൊ അവർ പരസ്പരം കണ്ടിട്ട്. ശ്രീദേവിന്റെ തിരക്ക് കാരണം അവർക്ക് പ്ലാൻ ചെയ്തതുപോലെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പാർവതിയുടെ നിരന്തരമായ പരാതിക്കൊടുവിൽ ശ്രീദേവ് അവളെ കാണാൻ തീരുമാനിച്ചു. അവള് നേരത്തെ തന്നെ ഹോസ്പിറ്റലിലെത്തി അവനെ കാത്തിരുന്നു. അവൻ ജോലിയെല്ലാം തീർത്ത് പെട്ടെന്ന് ഇറങ്ങാൻ തയ്യാറായി. ആ രണ്ട് യുവമിഥുനങ്ങളും കൂടെ റോയൽ പാലസിലേക്കാ പോയത്. അവളെ കാണാൻ അന്ന് ഇന്നത്തേക്കാളും സുന്ദരിയായിരുന്നു. ഹോട്ടലിലെത്തിയപ്പോ ഒരു സന്തോഷത്തോടെ പാർവതി പറഞ്ഞു, ഹോ, ഞാനിന്ന് ഇങ്ങോട്ട് തന്നെ വരണമെന്നാ കരുതിയിരുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയായി എന്റെ അടുത്തിരിക്കുമ്പോ അതൊക്കെ എനിക്ക് മനസ്സിലാവാതിരിക്കുമോ? അവൻ സ്നേഹത്തോടെ അവളുടെ കവിള് തൊട്ടുകൊണ്ട് പറഞ്ഞു. അവരെ രണ്ടുപേരെയും കണ്ടാൽ ആരും ഒന്ന് നോക്കി പോവായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവരെ കാണാൻ. സൗന്ദര്യം കൊണ്ടും ആഠ്യത്യം കൊണ്ടും ഇത്രയും പൊരുത്തമുള്ള പ്രണയ ജോഡികൾ വേറെ കാണില്ല. അവർ നടന്ന് റെസ്റ്റോറന്റിലേക്ക് കയറി. വെയിറ്റർ അവരെ VIP സീറ്റിലേക്ക് തന്നെ ഇരുത്തി. അവിടെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പാർവതി മെനു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ശ്രീദേവ് അവളുടെ കഴുത്തിലെ ആ ചെയിൻ ശ്രദ്ധിച്ചത്. പാർവതി, നീ എന്താ കഴുത്തിലിട്ടിരിക്കുന്നത്? പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. എങ്കിലും മുഖത്തെ ചിരി വീണ്ടെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാ, ഹാർട്ട് ഓഫ് ദി സീ. നന്നായിട്ടില്ലേ ശ്രീ? എന്നാ അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, നിനക്കിത് ചേരുന്നില്ല. അവളുടെ മുഖം പെട്ടെന്ന് വിവരണമായി. തന്റെ മുഖത്ത് നോക്കി അവനെങ്ങനെ പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതെനിക്ക് ചേരുന്നില്ലെന്നാണോ, അതോ ഈ മാലയിടാനുള്ള യോഗ്യത എനിക്കില്ലെന്നാണോ? അവൾ കുറച്ച് ഗൗരവം കൂടി ചേർന്നു ചോദിച്ചു. രണ്ടും, അവൻ ഒരു സംശയവുമില്ലാതെ പറഞ്ഞു. ശ്രീദേവ് അവന്റെ പോക്കറ്റിന് ഒരു ചെക്ക് എടുത്ത് നീട്ടിക്കൊണ്ട് ചോദിച്ചു, 25 ലക്ഷം രൂപയുണ്ട്, നീ എനിക്ക് ഈ മാല തരണം. അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തത് അവളെ അത്ഭുതപ്പെടുത്തി. നീ ആർക്കു വേണ്ടിയാ ഇതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ ഇത് ആർക്കു വേണ്ടി വാങ്ങിച്ചാലും നിനക്കെന്താ? അതെന്തായാലും നിന്റെ കഴുത്തിൽ കിടക്കേണ്ടതല്ല. അവന്റെ ശബ്ദം കൂടുതൽ പരുഷമായി. അവൻ ഇതുവരെ അവളോട് ഇത്രയ്ക്കും ദേഷ്യത്തോടെ സംസാരിച്ചിട്ടേയില്ല. പാർവതിയുടെ കണ്ണ് പെട്ടെന്ന് ഈറനണിഞ്ഞു. എനിക്ക് ചേരുന്നില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കാ ചേരുന്നത്? പറ ശ്രീ, എനിക്കല്ലെങ്കിൽ പിന്നെ നിനക്കിത് ആർക്ക് കൊടുക്കാനാണ്? അമൃതയ്ക്കാണോ? അമൃതയുടെ കയ്യിൽ നിന്നും ഇവളത് തട്ടിയെടുത്തത് അവളുടെ സ്ഥാനം തനിക്ക് കിട്ടിയെന്ന് ആശ്വസിക്കാനാണ്. താനിത് നേടിയെടുത്തു എന്നുള്ള വിവരം അവർ രണ്ടുപേരെയും ഇവൾക്ക് അറിയിക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രമായിരുന്നു അന്ന് അമൃതയെ അവള് വിളിച്ചു വരുത്തിയത്. അന്ന് അമൃതയുടെ മുഖത്ത് കണ്ട അതേ പ്രതികരണം തന്നെയാണ് ഇന്ന് ശ്രീദേവിന്റെ മുഖത്തും ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലെ സാമ്യത പാർവതിയെ അത്ഭുതപ്പെടുത്തി. എന്റെ പാസ്റ്റ് നമുക്കിടയിൽ ഒരു സംസാര വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അവൻ താക്കീതുപോലെ പറഞ്ഞു. അത് നിന്റെ പാസ്റ്റ് മാത്രാണോ ശ്രീ? അത് നിന്റെ പാസ്റ്റ് ആണെങ്കിൽ ഇന്നും നിനക്കത് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? എന്നെക്കാൾ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? നീ നിന്റെ പഴയ കാമുകിക്ക് കൊടുത്ത സമ്മാനം എങ്ങനെയാണ് നിനക്ക് ഇത്രയ്ക്കും പ്രധാനപ്പെട്ടതാവുന്നത്? അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് തുടർന്നു. നിനക്കറിയാമോ, നീ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പതാ ആ അമൃതയ്ക്ക് വേണ്ടി നീ എന്നോട് ദേഷ്യപ്പെടാനും തുടങ്ങിയിരിക്കുന്നു. തന്റെ സ്വഭാവം ഇച്ചിരി കൂടിപ്പോയെന്ന് ശ്രീദേവനും തോന്നാതിരുന്നില്ല. പാർവതി, എന്റെ പാസ്റ്റ് എന്റേത് മാത്രമാണ്. അത് നമ്മളെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ പാസ്റ്റിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ തീർത്തോളാം. നീ അത് ഏറ്റെടുക്കണ്ട. നിന്റെ കഴുത്തിൽ ഇത് കിടക്കുന്ന കാലം അത്രയും എനിക്ക് ആ ഓർമ്മകളിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. അതെന്നെ പലതും ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നീ എനിക്കിത് തന്നേ പറ്റൂ. അവൻ വിശദീകരിച്ചു. ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണ് ശ്രീ, നീ അത് മറക്കരുത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്റെ പഴയ കാമുകിക്ക് കൊടുത്ത സമ്മാനം നീ ഇങ്ങനെ കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. നിനക്കതിലൊരു നാണക്കേടും തോന്നുന്നില്ലെങ്കിലും എനിക്കതുണ്ട്. അതുകൊണ്ട് നീ ഈ മാല എനിക്ക് തന്നേ പറ്റൂ. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. പിറ്റേ ദിവസം
പാർവതി അമൃതയെ അർജന്റായി കാണണമെന്ന് പറഞ്ഞു ഫോൺ വിളിച്ചിരുന്നു. പുതിയ പ്ലാനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാനായിരുന്നു അവൾ അമൃതയെ വിളിച്ചത്. അവൾ മൊബൈലിൽ അയച്ച അഡ്രസ്സ് കണ്ട് അമൃതയ്ക്ക് ആകെ കൺഫ്യൂഷനായി. അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒന്നുകൂടെ അഡ്രസ്സ് എടുത്തു നോക്കി. ഗയ ബൊട്ടിക്, ആലുവ, എറണാകുളം. എറണാകുളത്തെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു ബൊട്ടിക്കായിരുന്നു അത്. എന്തിനായിരുന്നു പാർവതി തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവൾ ആലുവയിലേക്ക് വണ്ടി കയറി. അവസാനം മടിച്ച് ആ ബൊട്ടീക്കിലെത്തി. അവളെ കണ്ടപ്പോ തന്നെ റിസപ്ഷനിസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, മാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അവൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കായിരുന്നു. വളരെ എക്സ്പെൻസീവായ ഓർണമെന്റ്സും ഡ്രസ്സുകളും വെഡിങ് മെറ്റീരിയൽസും ഒക്കെയായി ആരുടെയും കണ്ണു മഞ്ഞളിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അതിനുള്ളിൽ. അതെല്ലാം നോക്കിക്കൊണ്ട് അമൃത പറയും, ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നതായിരുന്നു. പക്ഷേ എനിക്ക് സ്ഥലം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. സോറി. അവൾക്ക് അവിടെ കയറിയപ്പം മുതല് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ട് തുടങ്ങിയിരുന്നു. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങി പോന്നാ മതിയെന്ന് മാത്രമായി അവൾക്ക്. അത് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നു. മാഡം, നിങ്ങൾ മിസ് പാർവതിയെ കാണാൻ വന്നതാണോ? ആ, അതെ. അവൾ മനസ്സോടെ പറഞ്ഞു. എങ്കിൽ ഞങ്ങൾക്ക് സ്ഥലം മാറിയിട്ടില്ല. മിസ് പാർവതി ഇവിടെ തന്നെയുണ്ട്. വരൂ. അവർ വെഡിങ് ഡ്രസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അമൃതയെ അവിടുന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾക്കിപ്പോ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്ന ആ അസ്വസ്ഥത ഇരട്ടിയായി. അകത്തേക്ക് പോകുന്തോറും പലതരം വിവാഹ വസ്ത്രങ്ങൾ അവളെ വരവേറ്റു. പല നിറത്തിലും മോഡലിലുള്ള ലഹങ്കകളും ഗൗണുകളും വിവാഹ സാരികളുമെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അവൾക്ക് തന്റെ കാഴ്ച മറഞ്ഞു പോയാൽ മതിയെന്നായി. എന്തിനാ ഇങ്ങനൊരു സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് ചിന്തിച്ച് അവൾക്ക് തന്റെ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി. ഈ കാഴ്ചകൾ അവളുടെ ഭൂതകാലത്തിലേക്ക് അവളെ കൊണ്ടുപോയി. അവൾക്കിപ്പോ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത എന്ന ഒരു കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ആ ഓർമ്മകളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം അവൾ ശ്രീദേവിന്റെ മടിയിൽ കിടക്കുമായിരുന്നു. അവൻ അവളുടെ മുടിയിഴകളെ പ്രേമത്തോടെ തലോടിക്കൊണ്ടിരുന്നു. അവന്റെ പ്രണയം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ദേവ്, നീ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോകരുത്. നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടിയല്ലേ എന്റെ തനി സ്വഭാവം നീ അറിയും. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ അവിടെ വന്നൊരു സീൻ ഉണ്ടാക്കി നിന്റെ കയ്യിന്ന് താലിമാലയൊക്കെ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് അവിടെയൊക്കെ അലമ്പാക്കും. എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കെ നിന്നെ കെട്ടിപ്പിടിച്ച് കരയും. എന്നെ കല്യാണം കഴിക്കാതെ നിനക്ക് വേറെ ഓപ്ഷനില്ല ദേവ്. അവളത് തമാശയായിട്ടാണെന്ന് പറഞ്ഞതെങ്കിലും അവൻ ഗൗരവത്തോടെ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അമൃതേ, എന്തു വന്നാലും ഞാൻ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂ. നീ എന്നെ വേണ്ടെന്ന് വെക്കുന്നതുവരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഈ ഓർമ്മകളെല്ലാം അവളിൽ വേദന നിറച്ചു. പണ്ടത്തെ പല പ്രണയ നിമിഷങ്ങളും ഇന്ന് അവളിൽ ദുഃഖം നിറച്ചുകൊണ്ടിരുന്നു. എത്ര മറക്കാൻ ശ്രമിച്ചാലും കൂടുതൽ തെളിമയോടെ ആ ഓർമ്മകളെല്ലാം അവളുടെ മനസ്സിൽ തിക്കിത്തിരക്കി. തന്റെ ഓർമ്മകളിൽ നിന്നും അവനെ മായ്ച്ചു കളയാൻ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കഴിഞ്ഞില്ല. അവൻ തന്റെ ഓർമ്മകളിൽ നിന്നും ചിറക് കുടഞ്ഞു എഴുന്നേറ്റു. പെട്ടെന്ന് തന്റെ മുന്നിൽ ശ്രീദേവ് നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി. അല്ല, ഓർമ്മയിലല്ല, ശരിക്കും ശ്രീദേവ് തന്നെയാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് കുറച്ചു കഴിഞ്ഞാ അവൾക്ക് മനസ്സിലായത്. ട്രയൽ റൂമിന്റെ തൊട്ടടുത്തായി ജനാലയ്ക്കരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കായിരുന്നു ശ്രീദേവ്. സായാഹ്ന സൂര്യന്റെ പ്രകാശത്തിൽ അവന്റെ മുഖം കുറച്ചുകൂടെ സുന്ദരമായി കാണപ്പെട്ടു. അവൻ എന്തോ കാര്യമായ ചിന്തയിലാണെന്ന് അവൾക്ക് തോന്നി. അവൾ അവനെ തന്നെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞതും അവൻ അവളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. അവളെ കണ്ടപാടെ അവന്റെ മുഖം നിർവികാര്യമായി. അപ്രതീക്ഷിതമായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് അവന്റെ മുഖത്തുനിന്ന് വ്യക്തമായിരുന്നു. അവിടെ അവനെ കാണുമെന്ന് അവള് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവർ രണ്ടുപേരും ഒരു നിമിഷം അന്താളിച്ചു നിന്നു. അവൻ അവന്റെ വിവാഹവസ്ത്രം എടുക്കാൻ വന്നതായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അവൻ വിവാഹം ചെയ്യാൻ പോവാണെന്നുള്ള കൈപ്പേറിയ ആ സത്യം അവൾ ഇനിയും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവ് മറ്റൊരാളുടെ വരനാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാലും പാർവതി എന്തിനായിരിക്കും തന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ആലോചിച്ച് അമൃതയ്ക്ക് ശ്വാസം മുട്ടി. ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് താനിപ്പം വന്നു പെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ അവൾ ആഗ്രഹിച്ചു. മാം, ഏതെങ്കിലും ഡ്രസ് ഇഷ്ടപ്പെട്ടോ? നമുക്കതൊന്ന് ഇട്ടു നോക്കാം. റിസപ്ഷനിസ്റ്റ് അവളുടെ മുഖത്തെ അന്താളിപ്പ് കണ്ടു ചോദിച്ചു. ആ ഒരു ചോദ്യം അവളെ പഴയ ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നു. പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങിയെങ്കിലും അവൾ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതാണ്. ആ വാക്കുകൾ അവൾ തന്നെയാണോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അവൾ അത്ഭുതപ്പെട്ടു. ബോധത്തോടു കൂടിയല്ല അവളത് പറഞ്ഞത്. മുൻപിൽ നിൽക്കുന്ന ശ്രീദേവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മറുപടി മാത്രമായിരുന്നു അത്. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ സുദിനത്തിൽ വരനാവേണ്ടിയിരുന്ന ആളാണ് ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത്. അതും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറായിക്കൊണ്ട്. താൻ ഒരിക്കലും ഈ മനുഷ്യന്റെ വധുവാവില്ല. തന്നെക്കൊണ്ട് ഒരിക്കലും തന്റെ ജീവിതം വിവാഹവേഷം കെട്ടിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആലോചനകൾക്ക് ശേഷം അവൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാൻ വന്ന സമയം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അവൾ പോവാനായി തിരിഞ്ഞു. അമൃതേ, ദാ ഇങ്ങോട്ട് നോക്കിയേ.
ഒരു സുപരിചിതമായ ശബ്ദം അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയതും വെള്ള ഗൗണില് അതിസുന്ദരിയായി പാർവതി നടന്നു വരുന്നതാ അവൾ കണ്ടത്. നിഷ്കളങ്കവും സ്നേഹം നിറഞ്ഞതുമായിരുന്നു അവളുടെ സംസാരം. എന്തുകൊണ്ടും ശ്രീദേവിന് ചേരുന്ന വധുവായി അവളുടെ ഈ തയ്യാറെടുപ്പുകൾ വെറുതെ ആയില്ലെന്ന് അമൃതയ്ക്ക് ബോധ്യപ്പെട്ടു. വിവാഹവേഷത്തിൽ അവരെ കണ്ടപ്പോൾ തനിക്ക് ലഭിക്കാത്ത പോയ ആ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അപ്പൊ തന്നെ ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയെന്ന് തോന്നിപ്പോയി. അല്ല, അതിനുള്ള സ്ഥലവും സന്ദർഭവും ഇതല്ല. അവൾ അവളെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. കണ്ണുനീരുള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നു. പാർവതിയെ കണ്ട ഉടൻ റിസപ്ഷനിസ്റ്റ് അന്താളിപ്പോടുകൂടി, പാർവതി മേഡം, നിങ്ങളെ കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു. ഈ വെള്ള ഗൗൺ നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള വധുവരന്മാരാണ് ഡോക്ടർ ശ്രീദേവും നിങ്ങളും. അവളുടെ കണ്ണുകളുടെ തിളക്കം ആ വാക്കുകൾക്ക് കൂടുതൽ തെളിമയേകി. പാർവതി ഇന്ന് വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നൊരു ദിവസം കാണാം. ഫ്രീ ആവുമ്പോ വിളിച്ചാ മതി, അമൃത പാർവതിയോട് പറഞ്ഞു. റിസപ്ഷനിസ്റ്റിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞ് പാർവതി അമൃതയുടെ അടുത്തേക്ക് ചെന്നു. അമൃത വരുമ്പോഴേക്കും തിരക്കെല്ലാം തീർക്കണം എന്നായിരുന്നു മനസ്സില്. പക്ഷെ പറ്റണ്ടേ, ഞങ്ങളിതാ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗും തീർത്തു. ഇനിയിപ്പോ എന്നും തിരക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പ്ലാനിലൊരു തീരുമാനം ഉണ്ടാക്കാം. അമൃത ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യില്ലേ, പാർവതി നിർബന്ധിച്ചു. അവളുടെ സൗമ്യമായ ഈ പെരുമാറ്റത്തിൽ അമൃതയ്ക്ക് മറ്റൊരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. അവള് മനസ്സോടെ പാർവതിയോട് പറഞ്ഞു, ശരി, ഞാൻ അവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തോളാം. പാർവതി ആ വേഷത്തോടെ ശ്രീദേവിന്റെ അടുത്തേക്ക് ചെന്നു. അവരോരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വിവാഹത്തെക്കുറിച്ചുള്ള ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള പാർവതിയുടെ ചിരികളെല്ലാം അമൃതയുടെ കാതിൽ വന്ന് തുളച്ചു കയറി. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിനിടയിൽ അധികപ്പറ്റായി ഉണ്ടായിരുന്നത് താൻ മാത്രമാണെന്ന് അവൾക്ക് തോന്നി. ജീവിതം എപ്പോഴും ഇങ്ങനെയാണ്. താൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെ നിസ്സഹായയാക്കുന്ന കളികൾ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭാഗം 28 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടൻ കാണാം. അപ്പൊ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.